നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലും അമേരിക്കൻ ഭരണകൂടത്തെയും സൈന്യത്തെയും ഞെട്ടിക്കുന്ന ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനുമായി ഒരു വിശാലമായ സൈനിക ഏറ്റുമുട്ടലിന് അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ ആയുധങ്ങളുടെ ലഭ്യതക്കുറവും പെന്റഗണിലെ വിവരങ്ങളും വൈറ്റ് ഹൌസിൽ നിന്നും മറച്ചുവെക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒരു നീണ്ട സംഘർഷം നിലനിർത്താൻ അമേരിക്കയ്ക്ക് മാനസികമായും സൈനികമായും ശേഷിയുണ്ടോ? ഇക്കാര്യത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിരോധ വിദഗ്ധരും ഇതിനോടകം തന്നെ കടുത്ത ആശങ്കയിലാണ്. എന്തായാലും ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാനിയൻ അമേരിക്കൻ സൈനിക ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സാക്ഷാൽ ട്രംപ് തന്നെ സമ്മതിച്ചു. ഈ ചർച്ചകൾക്കിടയിൽ വീണ്ടും അതാണ് സജീവമായത്. എന്തായാലും വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ സംഘർഷത്തിൽ ഉൾപ്പെട്ട ഒരു ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇനി എന്താണത്? അതായത് സൈന്യത്തിന്റെ പക്കലുള്ള പ്രധാന ആയുധങ്ങളുടെ ശേഖരം വേഗത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മൊത്തത്തിൽ അങ്ങ് തീർന്നിരിക്കുകയാണ് എന്നാണ്. പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വിപുലീകരണം നിർത്താൻ ഭാവിയിൽ വളരെ പ്രയാസകരമായിരിക്കും. ഇതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്തായാലും അമേരിക്ക ഒരു വിശാലമായ യുദ്ധത്തിന് പദ്ധതിയിടുകയാണെന്നും സുരക്ഷിതമായ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ വേണ്ടി ആവശ്യമായത്ര ആയുധങ്ങൾ നമ്മുടെ പക്കലില്ലെന്ന് താനും. അതായത് വമ്പൻ പ്രകടനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കയ്യിൽ ഒരു പുണ്ണാക്കുമില്ല എന്ന് അർത്ഥം. വ്യോമ പ്രതിരോധ ഇന്റർസെപ്റ്റുകളുടെയും ദീർഘദൂര പ്രിസിപ്ഷൻ ഗൈഡ് യുദ്ധോപകരണങ്ങളുടെയും ലഭ്യത കുറയുന്നത് അമേരിക്കൻ നീക്കങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ സമീപകാല യുദ്ധ നാശനഷ്ടങ്ങളെ തുടർന്ന് കൂടുതൽ സൈനികരെയും വിമാനങ്ങളെയും യുദ്ധങ്ങളെയും വേഗത്തിൽ വിന്യസിക്കാനുള്ള പരിമിതമായ ശേഷി ഇറാനെതിരായ ഭാവി സൈനിക നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇറാനെതിരെയുള്ള തുടർ നടപടികൾ പരിഗണനയിലുണ്ട് എന്ന ട്രംപ് വീരവാദം മുഴക്കുമ്പോഴും ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് കാരണം ഒന്നുമില്ല, ഒരു ആയുധവും കയ്യിലില്ല എങ്കിലും ബെഡായിക്ക് കുറവൊന്നുമില്ല ട്രംപിന്റെ ഭാഗത്ത് നിന്നും. എന്തായാലും സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ അമേരിക്കൻ കരസേനയെ കടലിടുക്കിലോ കരയിലോ ഉള്ള ദ്വീപുകളിൽ വിന്യസിക്കുന്നത് വലിയ അബദ്ധമായിരിക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ പലസ്തീനികൾക്കെതിരായ വംശഹത്യയുമായി ബന്ധപ്പെട്ട നെതന്യാഹു അമേരിക്ക സന്ദർശിച്ചാൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അയാൾ യുദ്ധ കുറ്റവാളിയുമാണ്. അപ്പോൾ മംദാനിയുടെ ഈ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ അന്താരാഷ്ട്രത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മിസൈൽ ക്ഷാമത്തിനപ്പുറത്തേക്ക് പെന്റഗണിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പലപ്പോഴും സർക്കാരിന് അനുകൂലമല്ലാത്ത നെഗറ്റീവ് വിലയിരുത്തലുകൾ മേലധികാരികളെ അറിയിക്കാൻ മടിക്കുകയും ഇത് പെന്റഗണിൽ ഒരു നിശബ്ദതയുടെ സംസ്കാരം വളർത്തിയെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഈ വിഷയത്തിൽ വൈറ്റ് ഹൗസോ പെന്റഗനോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.